ഹലോ, വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ്. അപ്പോൾ ഞങ്ങൾ ഡൽഹി യാത്രയിലെ കാഴ്ചകൾ തുടരാൻ കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് ഹുമയൂൺ ടോംബിന്റെ മുമ്പിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിസാമുദ്ദീനിൽ ഇറങ്ങി എന്നുള്ളതും. അപ്പോൾ അതിന്റെ തൊട്ടടുത്താണ് ഈ ഹുമയൂൺ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് വിട്ടത്. ഞങ്ങൾ 6 മണിയായപ്പോൾ ഹുമയൂൺ ടോംബിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞത് 7:30 ഇവിടെ ഓപ്പൺ ആക്കുള്ളൂ എന്നുള്ളതൊക്കെ. ഇതിന്റെ മുമ്പ് ഞങ്ങൾ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 6:30 ആയപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ടൈമൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ട്. അവിടുന്ന് 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ വിദേശികളായ ആളുകൾക്ക് 600 രൂപയൊക്കെയാണ് അവിടെ ടിക്കറ്റ് ഫീ ഒക്കെ വരുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്താ ഇവർ ഈ ലഗേജ് എടുത്തു വെക്കാത്തെന്നുള്ളത്. ഞങ്ങളെ റൂം ഇതിന്റെ കുറച്ച് അപ്പുറത്താണ് റൂം ഉള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ഈ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ടതിന് ശേഷം ആവാം പിന്നെ ഈ ലഗേജൊക്കെ ഇറക്കി വെച്ച് ഫ്രഷ് ആവലെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ലഗേജും കൊണ്ട് നടക്കുന്നത് കേട്ടോ. നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനായി. അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളും കാണാൻ പറ്റി. പിന്നെ ഈ കാണുന്ന കവാടമുണ്ടല്ലോ, നമ്മളെ ഹുമയൂൺ ശവകുടീരത്തിന്റെ പ്രധാന കവാടത്തിന് മുമ്പുള്ളൊരു കവാടമാണ്. ഇത് 2 നിലയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവര് പിന്നെന്താണ്, ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ കാണുന്നതാണ് മെയിൻ കവാടം. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, താജ്മഹൽ കണ്ടവർക്കറിയാം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാതെ താജ്മഹലിന്റെ അതേ രൂപം സാദൃശ്യമുണ്ട് എന്നുള്ളത്. പക്ഷെ കുറച്ചും കൂടെ അങ്ങോട്ട് അടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കളർ വ്യത്യാസങ്ങളും ഒക്കെ കാണാൻ പറ്റുക. ഇപ്പൊ രാവിലെ ആയതുകൊണ്ടാണ്, കോട മൂടിയോണ്ടാണ് ആ ഒരു രൂപത്തിൽ കാണുന്നത് കേട്ടോ. ഇതിന്റെ ചരിത്രങ്ങൾ കൂടുതലായിട്ട് അറിയുന്നവരുണ്ടാവും. എനിക്കറിയാവുന്ന സംഭവം പറഞ്ഞുതരാം. അതായത് മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ ശവകുടീരമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ നിസാമുദ്ദീൻ പ്രദേശത്താണ് ഈ ഹുമയൂൺ ടോംബ് ഉള്ളത് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിന്റെ ശവം മാത്രമല്ല, പിന്നെ 160-ൽ പരം ആളുകൾ, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരുപാട് പേര് ഇതിന്റെ ഉള്ളില് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 452 വർഷം പഴക്കമുണ്ട് ഈ ഒരു സ്മാരകത്തിന്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ പൂന്തോട്ടത്തോടു കൂടി നിർമ്മിച്ച ആദ്യത്തെ ശവകുടീരമാണ് ഈ ഹുമയൂൺ ടോംബ് എന്ന് പറയപ്പെടുന്നു. ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹമീദ ബാനു ബീഗമാണ് ഈ ശവകുടീരത്തിന്റെ നിർമ്മാണത്തിന് ഉത്തരവ് കിട്ടുന്നതൊക്കെ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 2 സൈഡിലായിട്ടും മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണുള്ളത്. പിന്നെ 30 ഏക്കറോളം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത്രയും ഭാഗങ്ങളിൽ ഈ ഒരു ശവകുടീരം മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിമനോഹരമാണ്. അതും തന്നെ നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ രാവിലെ വന്നോണ്ടാട്ടോ ഈ ഒരു വൈബ് കിട്ടിയത്. നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പൊ നമ്മൾ ഹുമയൂണിന്റെ ശവകുടീരം കാണാൻ വേണ്ടി മുകളിലേക്ക് കയറി പോവുകയാണ്. ഇത് കുത്തനെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഭയങ്കര പ്രയാസം ഇത് കയറി വരാനും അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങാനും. നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ട സമയത്ത് എങ്ങാനും ശ്രദ്ധിക്കാതെയാണ് ഇറങ്ങുന്നതെങ്കിൽ എന്തായാലും താഴെ ഒറ്റടിക്ക് എത്തിക്കോളും. അപ്പൊ നമ്മള് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ട്. മുകളത്തെ നിലയാണ് ഈ കാണുന്നത്. ഇതിന്റെ പുറമെ ഒരുപാട് ശവക്കലറകൾ കാണുന്നുണ്ട് കേട്ടോ. ആരതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റില്ല, അവിടെ എഴുതി വെച്ചിട്ടില്ല ആരതൊക്കെയാണ് എന്നുള്ളതൊന്നും. അപ്പൊ ഏതായാലും നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഹുമയൂണിന്റെ ശവകുടീരമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും. ചുവന്ന മണൽക്കല്ലും അതേപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്ത മാർബിളുകളുമാണ് ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു നിർമ്മാണ രീതിക്ക്. പിന്നെ നമുക്ക് ഹുമയൂണിന്റെ ശവകുടീരത്തിലേക്ക് കടക്കണമെങ്കിൽ ഇതൊന്ന് ചുറ്റി അപ്പുറത്തെ കവാടത്തിലൂടെ വേണം കടന്ന് കാണാന്. ഏതായാലും നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ പ്രഭാതം ആയതുകൊണ്ട് കേട്ടോ നല്ല സുന്ദരമായിട്ട് കാണുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. നമുക്ക് ഏതായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് ഹുമയൂണിന്റെ ശവകുടീരം കണ്ടിട്ട് തിരിച്ചു വരാം. ഇതിന്റെ ഉള്ളില് ഹുമയൂണിന്റെ ശവകുടീരം മാത്രമല്ല, മറ്റുള്ള ആളുകളുടെയും ശവകുടീരങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരുടേതൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരാനൊന്നും പറ്റില്ല. അപ്പൊ ഇതാണ് ഹുമയൂണിന്റെ ശവകുടീരം. ഇനി ഇതിന്റെ അപ്പുറത്തായിട്ടുള്ള റൂമുകളിലൊക്കെ ചില ശവകുടീരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഉള്ളിലൊക്കെ പോയിട്ട് കാണാം.
ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ വരും. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ താജ്മഹൽ, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങളിൽ. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും, അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.